കൃഷ്ണ ഭഗവാനെ, ഇനി ഈ താലിയുടെ സംരക്ഷകൻ നീയ. ഇതിന്റെ വിധി എന്താവും എനിക്കറിയില്ല. നിനക്കേ അറിയും, നിനക്ക് മാത്രം. എന്നാൽ എന്റെ കൃഷ്ണ, അവരെന്റെ താലിമാല പൊട്ടിച്ചെറിഞ്ഞില്ലേ? ഞാനിതിനെന്താ ചെയ്യേണ്ടത്? ലോക സംരക്ഷകനായ നീയും ചില ശത്രുക്കളെ ഓടിച്ചിട്ടില്ലേ? ഇല്ല. തീരെ സഹിക്കാൻ വയ്യാതെ വരുമ്പോ നമ്മളെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കുന്നതില് തെറ്റുണ്ടോ കണ്ണ? ചേതി രാജാവായ ശിശുപാലൻ ശ്രേഷ്ഠന്മാരായ മുനിമാരും രാജാക്കന്മാരും ഇരിക്കവേ ഏതൊരു വിഡ്ഢിയാണ് പശുപാലകന്മാരിൽ അധമനായ ഇടയച്ചക്കനെ പൂജിക്കുന്നത് എന്നിങ്ങനെ നിൻ തിരുവടിയെക്കുറിച്ച് ദുഷിച്ച വാക്കുകൾ വമിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും ഉയർന്നു ചാടി. അപ്പോൾ പാണ്ഡവന്മാർ ആയുധങ്ങളുമായി അവന് നേരെ ചാടി. തന്റെ പക്ഷത്തുള്ള പാണ്ഡവരെ തടഞ്ഞിട്ട് നേരെ എതിർത്തു വന്ന ശത്രുവിന്റെ ശിരസ് നിൻ തിരുവടി തന്നെ അസുരന്മാരെ പിളർക്കുന്ന ചക്രം കൊണ്ട് ഛേദിച്ച് ശിശുപാലവധം പൂർത്തിയാക്കി. മനസ്സിലായില്ല. തിരിച്ചറിയുന്നില്ലേ ഈ ശബ്ദം? ആരാ? ഇനി ജീവിതാവസാനം വരെ എപ്പോഴും കേൾക്കേണ്ട ഒരു ശബ്ദത്തിന്റെ ഉടമയാ. ഞാൻ വിസ്മയ. ഇപ്പൊ മനസ്സിലായോ? ഓ, വിസ്മയാണോ? അപ്പോ മനസ്സിലായല്ലേ? ഇയാള് പറഞ്ഞപ്പോ മനസ്സിലായി. തന്റെ പാട്ട് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ശബ്ദം ഇതല്ല. അത് ഈ പാടുമ്പോ നമ്മള് ശബ്ദത്തിന് മോഡുലേഷൻ വരുത്തുമല്ലോ. ആ, അത് പോട്ടെ. നമ്മളുടെ ഫോട്ടോ കണ്ടു കാണുമല്ലോ. കണ്ടു. ഇനി വിശ്വസിക്കാലോ. താലിമാല ഇല്ലാത്ത ഫോട്ടോ കണ്ടു. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു സാഹചര്യമില്ല. അവൾ അഖിലിനെ എന്നേക്കുമായി മറന്നു. അവള് മനസ്സും മനസാക്ഷിയും സ്നേഹവും ഒന്നും ഇല്ലാത്തൊരു നികൃഷ്ട ജീവിയാ. അവൾക്കേ കാശ് മാത്രം മതി. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല വിസ്മയ. അത് അഖിലിന്റെ നല്ല മനസ്സ്. പക്ഷേ അവള് അങ്ങനെയല്ല. അവളെ എനിക്ക് പണ്ടേ അറിയാം. പണത്തോട് അത്യാർത്ഥി മാത്രം അവൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവൾ ആങ്ങളെയും ഗുണ്ടകളെയും വെച്ച് അഖിലിനെ തല്ലിക്കൊല്ലാൻ നോക്കിയത്. ഇത്രയൊക്കെ ക്രൂരതകൾ അവൾ അഖിലിനോട് ചെയ്തിട്ടും അഖിൽ അവളെ വെറുക്കുന്നില്ല. അതാ അഖിലിന്റെ നല്ല മനസ്സ്. ഈ മനസ്സാ എനിക്ക് വേണ്ടത്. ആനന്ദ നിലയത്തിലെ ഈ അഖിലിനെയാ എനിക്കിഷ്ടം. നീ എന്റേതാ, ഞാൻ നിന്റേതും.
നമ്മുടെ കല്യാണം കഴിഞ്ഞ നമുക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് ഒന്നായി ജീവിക്കണം. അഖിലും വിസ്മയും ഒരുമിച്ച് ജീവിക്കുന്ന പരിസരം അത് സ്വർഗമായിരിക്കും. എടുക്കാതിരുന്ന പിന്നെയും വിളിക്കില്ലേ? അപ്പോഴും എടുക്കാതിരുന്ന പിന്നെ അവൻ ഇങ്ങോട്ട് വരില്ലേ? അത് ശരിയാണല്ലോ. നീ എടുക്ക്. ഞാൻ എടുത്തിട്ട് എന്ത് പറയണം മമ്മി? വലിയ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെ സംസാരിക്കാം. അപ്പൊ പിന്നെ അവൻ കാറിനും തിരക്കില്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഇതൊരു പുലിവാലായല്ലോ. ശ്ശോ. ഇങ്ങോട്ടാ, ഞാൻ സംസാരിക്കാം. ആ, ഹലോ വിവേകേ. ആ മമ്മി, എന്തുണ്ട് വിശേഷം? ആ, ഓ, എന്ത് വിശേഷം മോനെ? വിസ്മയ എവിടെ? ഒന്ന് കൊടുത്തേ. അയ്യോ, മോള് കുളിക്കുക. മോൻ പിന്നെ വിളിക്കേ. വെച്ചേക്കട്ടെ. പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ലമ്മേ. അമ്മ വാങ്ങിയതല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെടും. ആ, എന്താടാ മോനെ ഇങ്ങനെ? അവരവരുടെ കല്യാണ ഡ്രസ്സ് അവരവർ തന്നെ നോക്കി കാണണം. ഇങ്ങോട്ട് വന്നേട്ടാ, ഞാൻ അവനെ കാണിക്കാം. അമ്മേ, നിനക്കായി വാങ്ങിയതാ. ദേ, എങ്ങനുണ്ട്? കുഴപ്പമില്ല. ഇങ്ങനെയാണോടാ അഭിപ്രായം പറയുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അമ്മയോട് പറയണം. ഡ്രസ്സ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതെ, ഞാൻ എല്ലാവർക്കും ഡ്രസ് എടുത്തിട്ടുണ്ട്. ഇത് ആദിക്ക്, താങ്ക് യു അമ്മേ. ഇത് അരുണിന്. താങ്ക് യു അമ്മേ. അമ്മേ, കല്യാണമേ കൊള്ളാം. നമുക്ക് ആദ്യം ഗംഭീരമാക്കാം. അതെ അതെ, നമുക്ക് അടിപൊളിയാക്കണം. ഒരു കല്യാണം നടന്നത് അതാ മണ്ഡപത്തിൽ വെച്ച് തന്നെ അലമ്പാക്കി. നമ്മുടെ അഖിയുടെയും നല്ല മനസ്സുകൊണ്ട് പാവപ്പെട്ടവരാണോ പണക്കാരാണോ എന്നൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മള് അവര് നല്ല മനുഷ്യരാണെന്ന് മാത്രമാണ് ചിന്തിച്ചത്. അതുകൊണ്ട് നമുക്കൊരു ഉഗ്രൻ അടി കിട്ടി. അതൊരു പാഠമായിട്ട് കരുതി ഇനി അങ്ങോട്ടുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. അതെ ഡാക്കി, കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം, അങ്ങനെ നീ അതിനെ കരുതാവൂ. എല്ലാ അർത്ഥത്തിലും നല്ല കുട്ടിയാ വിസ്മയ. പിന്നെ നമുക്കറിയാവുന്ന കുട്ടി. മാത്രമല്ലമ്മേ, ആ അരുന്ധതിയും വിസ്മയും നമ്മുടെ കുടുംബ സുഹൃത്തുക്കളല്ലേ. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരുന്നവരാ. അതെ, അമ്മേ, നമ്മുടെ ആകി ഭാഗ്യവാനാ. അവന്റെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങൾ വന്ന് ഭവിച്ചല്ലോ. എന്താടാ? അതേട്ടാ, പാട്ടെന്ന് കേട്ടാ ഇവന് പ്രാണനല്ലേ? ശരിയാ, അമ്മയും പാടും മകളും പാടും. മരം മുറിക്കുന്ന സ്വരത്തിലാ കച്ചേരിയെങ്കിലും പ്രോഗ്രാം എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞ കൊല്ലം കണ്ണംകുളങ്ങരയില് അരുന്ധതി കച്ചേരി നടത്തിയിട്ടേ ആന വരെ കൂവിന്നാ നാട്ടുകാര് പറയുന്നത്. അതൊക്കെ ആളുകൾ അപവാദം പറയുന്നത് അപ്പച്ചി. പിന്നെ വിസ്മയുണ്ടല്ലോ, നല്ല ഒന്നാന്തരം പാട്ടുകാരിയാ. അതൊക്കെ ആ കുയിൽനാദം. ആനന്ദ നിലയത്തിലെ വൈകുന്നേരങ്ങൾ നമുക്ക് സംഗീത സാന്ദ്രമാക്കണം. ആ, വേണം വേണം. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ പച്ചി? നമുക്കേ ആ തെക്കേ പറമ്പില് ഒരു നവരാത്രി മണ്ഡപം പണിയാം. നവരാത്രി തുടങ്ങിയ ദുർഗാഷ്ടമിക്കും മഹാനവമിക്കും വിജയദശമിക്കും ഒക്കെ സംഗീത സദ്യ നടത്താം. ആ, എന്നിട്ട് ഒരു ദിവസം അപ്പച്ചിയുടെ ഒരു കച്ചേരി കൂടി വേണം. ഞാൻ വേണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിക്കാം. കച്ചേരിക്ക് പുറമെ പുരാണ പാരായണം. ഒടുവില് ബിസിനസ്സുകാരുടെ വീടെന്നുള്ളത് മാറ്റി സംഗീതക്കാരുടെ വീടെന്ന് പറയാം. അഖിലേ, എന്താ മോനെ ഇങ്ങനെ മൂടോട്ടായിട്ട് നിൽക്കുന്നേ? ഓ, നമിച്ചു. എനിക്കിഷ്ടപ്പെട്ട ആഭരണങ്ങളും ഡ്രസ്സുകളും ഒക്കെ ഞാൻ ധരിക്കും. അതിനൊന്നും അഖിലേട്ടൻ എതിര് പറയില്ല എന്ന് തോന്നുന്നു. ഏയ്, അവൻ ഒരു കാര്യത്തിലും എതിര് പറയില്ല. എന്റെ മരുമകന്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമാ, അതിലേറെ അഭിമാനവും. ഓ, ഞാൻ എത്ര മോഹിച്ചതാ എന്റെ അഖിലേട്ടനെ. കാശ്മീരിലെ മഞ്ഞമലയിൽ ഞങ്ങൾ പുതഞ്ഞു പോകുന്നതായി വരെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോഴാ അവള് വന്ന് മോഷ്ടിച്ചോണ്ട് പോയത്. എന്തായാലും ഒടുവിൽ ദൈവം എന്നെ തന്നെ അനുഗ്രഹിച്ചല്ലോ. ദേ, കല്യാണം കഴിഞ്ഞാൽ അവിടെ പാലിക്കേണ്ട ചില കാര്യങ്ങള് ഞാൻ പറഞ്ഞു തന്നേക്കാം. എന്താ മമ്മി? ആദ്യം ആ വസുന്ധരയെ നീ കുപ്പിയിലാക്കണം. എന്താ ജഗൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ആലോചിച്ചിരിക്കുകയല്ല ഞാൻ,
ആഹ്ലാദത്തിൽ ആറാടിയിരിക്കുക. നാളത്തെ വിശേഷം ഓർത്തായിരിക്കും അല്ലേ? നാളത്തെ വിശേഷം ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. കത്രിക പൂട്ടിടാനാ ഞാൻ ആനന്ദ നിലയത്തിലെ അഖിലിന്റെ കഴിഞ്ഞ കല്യാണം നടത്തിയത്. അത് ലക്ഷ്യം ഭേദിക്കാത്തതുകൊണ്ട് പലതരം പ്ലാനിങ്ങിലൂടെ ശ്യാമയെ പുറത്താക്കി. അതൊരു വിവാഹമോചനത്തിൽ എത്തിച്ചു. പക്ഷേ നാളെ നടക്കുന്ന വിസ്മയ അഖിൽ വിവാഹത്തില് ഇനി പഴയതുപോലെ നമുക്ക് നിരാശരാവാൻ ഇടവരരുത്. ജഗൻ പറഞ്ഞു വരുന്നത് ഈ രണ്ടാം കല്യാണത്തിലൂടെ നമ്മുടെ പ്രതികാരത്തിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കുക. അവൾ ആ വസുന്ധര, അവൾ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. നമ്മൾ ഇവിടെ നമ്മുടെ മകളെ ഓർത്ത് അനുനിമിഷം നീറി നീറി തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ കുറ്റം ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ ശ്യാമ ഫോൺ എടുക്കാത്തത്. കുറ്റക്കാരിക്ക് സ്വാഭാവികമായിട്ടും കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ മനസാക്ഷിക്ക് തെറ്റ് തോന്നേണ്ട കാര്യമില്ല. നീ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ദൈവാധീനവും സന്മനസ്സും ഉള്ളവർക്ക് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുമെന്ന പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മോൻ വിഷമിക്കാതിരിക്കെ. നല്ല മനസ്സുള്ളവനാ നീ. നിനക്ക് നല്ലതേ വരൂ. കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് നീ കല്യാണ മണ്ഡപത്തിലേക്ക് വാ. ഓക്കെ അല്ലേ? ഇതാര് ഭൂലോക സുന്ദരിയോ? ഇത് വിസ്മയ തന്നെയാണോ? ഐശ്വര്യേച്ചി. ഐശ്വര്യ ചേച്ചിയല്ല, ഐശ്വര്യ ഏടത്തി. ഇനി അങ്ങനെ വിളിക്കാവൂ കേട്ടോ. അയ്യോ, അത് ഞാൻ മറന്നുപോയതാ. അങ്ങനെ വിളിക്കും. ഐശ്വര്യത്തി മേക്കപ്പ് ഓവറാണോ? അതിന് വിസ്മയ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? കണ്ടാൽ അങ്ങനെ തോന്നിയില്ല. നല്ല റോസാപ്പൂവിന്റെ നിറമല്ലേ വിസ്മയക്ക്? അഖിയുമായിട്ട് എന്ത് ചേർച്ചയോ വിസ്മയക്ക്. അഖിക്ക് ഇപ്പോഴെങ്കിലും സദ്ബുദ്ധി തോന്നിയത് ഭാഗ്യം. അങ്ങനെ ആനന്ദ നിലയത്തിലേക്ക് ഞങ്ങളോടൊപ്പം വിസ്മയം കൂടി വന്നെത്തുന്നു. എന്തുകൊണ്ടും ആനന്ദ നിലയത്തിന് ചേർന്ന പെൺകുട്ടി തന്നെയാ വിസ്മയ. ഞങ്ങളുടെ ഭാഗ്യ അല്ലേ അമൃതടുത്തി? ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും അവളാ ശ്യാമ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടുകൂടിയാണല്ലോ ഞാൻ ഈ കമ്പനി അങ്ങ് പൊളിച്ചത്. ഇവള് കൂടി അഖിയുടെ ഭാര്യയായിട്ട് അങ്ങോട്ട് വന്ന ഈ രണ്ടെണ്ണം കൂടി ആ വീടൊരു നരകമാക്കും. മേക്കപ്പ് കുറച്ചുകൂടി ബാക്കിയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ. ബ്രഷ് വേണ്ടേ? ശ്യാമ ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ആരും എന്താ നോക്കാടാ, അവൾ അകത്ത് കയറിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ.
നമുക്ക് കല്യാണത്തിന് വന്നവരെ പോലെ അകത്തോട്ട് കയറാം. ചോദിക്കാൻ വരുന്നവരാരാണെങ്കിലും അപ്പ കാണാം. വഴക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അതിനൊന്നും അല്ല വന്നത്. മോളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുമില്ല. എന്തായാലും അകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാടാ. ഓട്ടോ ഓട്ടോ അമൃത എന്താ ഇതിലൊന്നും ഒരു ബന്ധമില്ലാത്ത മട്ടിൽ മാറി നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുകയല്ലേ. എല്ലാം എനിക്ക് മനസ്സിലാവും. നമ്മൾ എല്ലാരും അരിയാഹാരമല്ലേ കഴിക്കുന്നേ? അമ്മേ, ഇനി വധുവിനെ മുകളിലോട്ട് കയറ്റിക്കോളൂ. എല്ലാവരും ഒന്ന് തൊഴുത ശേഷം അങ്ങോട്ടിരിക്കുക. എന്റെ കൃഷ്ണ, ഒരു ഓട്ടോ എങ്കിലും ഒന്ന് നിർത്തിത്തരണേ. സർ നിർത്തൂ സർ. അത് ശരി, ഭർത്താവിന്റെ രോഗം മാറ്റാൻ ശ്രമിച്ച് തന്റെ ജീവിതം തകർന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. കാര്യം അഖിൽ സാറിനൊന്ന് ബോധ്യപ്പെട്ടാ മതി. അത് മാത്രം മതിയോ? തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ തന്റെ അഖിൽ സാറിന്? അഖിൽ സാറിനോടുള്ള ഇഷ്ടം എന്റെ മരണം വരെ എന്റെ ഹൃദയത്തിലുണ്ടാവും. അത് പോരല്ലോ. ഈ ഡോക്ടർ ദിനേശ് നമ്പ്യാരെ എനിക്കറിയാം. അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? അത് വടക്കേക്കോട്ടയ്ക്കടുത്താ. നമുക്ക് ഡോക്ടറെയും കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ വിളിച്ചാൽ ഡോക്ടർ വരും. ശ്യാമ ധൈര്യമായിട്ടിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ ധൈര്യം കൈവിടരുത്. തന്നെ ഞാൻ സഹായിക്കാം. ഓക്കെ? ഓക്കെ. സർവീസ്മയെ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ ഇതവളെ അപമാനിക്കുന്നതിന് തുല്യാവും. സാറ് വിഷമിക്കണ്ട. സാർ എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതല്ലേ. അതാണെങ്കിൽ സാറിന്റെ അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. ഞാൻ പോയിക്കോളാം സർ. ശ്യാമേ, ശ്യാമ എന്താ ഈ പറയുന്ന? സർ, ഞാൻ ഒത്തിരി കരഞ്ഞവളാ. ഇനി ജീവിതകാലം മുഴുവൻ കരയേണ്ടി വന്നാലും അതൊന്നും എനിക്ക് പുതുമയല്ലല്ലോ. പക്ഷെ ഇവരൊക്കെ ചിരിച്ച് ജീവിക്കുന്നവരാ. അവരൊക്കെ അങ്ങനെ തന്നെ ജീവിക്കട്ടെ. മാഡം, ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാലും എനിക്ക് ശ്യാമയെ മറക്കാൻ കഴിയില്ല. ഞാൻ വിസ്മയെ നോക്കുമ്പോ
എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ശ്യാമിയെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മകൾ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളെ ഇവൾക്ക് വേണോ? ശ്യാമയല്ലാതെ മറ്റൊരാളെ ഭാര്യയായിട്ട് എന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള എന്നെ നിങ്ങളുടെ മകൾക്ക് വേണോ? വേണ്ട. വിസ്മയ്ക്ക് വരനായി നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ തന്നെ കണ്ടെത്തി തരാം. ആ ഔദാര്യമൊന്നും വിസ്മയ്ക്ക് വേണ്ട. എന്റെ മകളെയും എന്നെയും പരസ്യമായി അപമാനിച്ച ഒരാളെയും ഈ അരുന്ധതി വെറുതെ വിടില്ല. എല്ലാവരും ഓർമ്മയിൽ വെച്ചോ. മോളെ വാ. ഏട്ടാ, എനിക്ക് ശ്യാമയുടെ കഴുത്തിൽ ഈ താലിമാല ഒന്നുകൂടി മുറുക്കെ കെട്ടണം. നീ ഒരിക്കൽ കൂടി അവളെ കല്യാണം കഴിക്കേ. എടാ, പൊരുത്തക്കേട് വരുന്ന ഭാര്യാഭർത്താക്കന്മാര് ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് പുനർവിവാഹം കഴിക്കാറുണ്ട്. നീ ധൈര്യമായിട്ട് കേട്ട്. ഈ വധൂവരന്മാർക്കുള്ള പൂജ ആരംഭിച്ചോളൂ തിരുമേനി. ശരി. ഇരിക്കും. നാഗസ്വരം തകിലും മുഴങ്ങട്ടെ. കേട്ടടാ, എന്നെ ഗുരുവായൂരപ്പാ. വീണ്ടും അവൾ വിജയിച്ചല്ലോ അമ്മ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്റെ മോന്റെ കൺട്രോള് എന്റെ കയ്യിലാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി. ഇനി ഏത് നേരവും അവളുടെ തിരുമോന്തയും കണ്ട് ആനന്ദ നിലയത്തിൽ കഴിയണ്ടേ അമ്മ. അതിലും നല്ലത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മോൾ എന്നെ തനിച്ചാക്കി പോകരുത്. ഞാൻ എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു പോവും. എന്തായാലും ഇനി ഞാനിതൊന്നും വെറുതെ വിടില്ല. മരുമകളായി ഇവളെ അവിടെ വാഴിക്കുകയില്ല. പണ്ടേയുള്ള എന്റെ ആ തീരുമാനത്തിന് ഇപ്പൊ ശക്തി കൂടിയിട്ടേ ഉള്ളൂ. വിടില്ല ഞാൻ അവളെ.
വരുന്നുണ്ട്. വാമേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അമ്മേ വാ പോവാം. അരുണേ, ഐശ്വര്യോട് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ. ആ ഏട്ടാ. വാടാക്കി. ശരി, അമ്മയും കൂട്ടി വന്നേ. ഞാൻ എന്ത് മിണ്ടാനാ അപ്പച്ചി? ആ പിന്നെ ആ അരുന്ധതിയെ നിക്ക. ശോ, ഹോ, അതിനിവിടെ നമ്മളല്ലാതെ മറ്റാരും ഇല്ലല്ലോ. നിനക്ക് ആ അരുന്ധതിയെ മകളെ അത്ര ഇഷ്ടമല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതൊക്കെ പോട്ടെ, ഇത് വസുന്ധരയുടെ ആലോചനയല്ലേ? പോട്ടെന്നേ, അങ്ങ് ക്ഷമിച്ചേക്ക്. വസുന്ധരയുമായിട്ട് ഇക്കാര്യത്തിന്റെ പേരിൽ ഒരഭിപ്രായ വ്യത്യാസത്തിനൊന്നും നിൽക്കരുത്. രണ്ടു കൈയും കൂടി കൂട്ടിയടിച്ചാലേ ഒച്ചയുണ്ടാവൂ. ഭാര്യയായിട്ട് അടിപിടി കൂടാനേ ഞാൻ അത്ര സംസ്കാരശൂന്യനൊന്നും അല്ല. വസുന്ധരയും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ മുറിയിൽ ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കും. അതിന് ഒരു മധ്യസ്ഥരെ ഇടപെടേണ്ടി വരില്ല. എനിക്കറിയാം, നീ ഐക്കര കോലോത്തെ ദേവദത്ത വർമ്മയുടെ മോനല്ലേ, എന്റെ ആങ്ങളയുടെ മോൻ. എനിക്ക് അഭിമാനമുണ്ടടാ ആ കാര്യത്തില്. കഴിഞ്ഞ കല്യാണത്തിന് വസുന്ധരയില്ലായിരുന്നു, ഈ കല്യാണത്തിന് മണ്ഡപത്തില് നീയുമില്ല. കഴിഞ്ഞ കല്യാണത്തിന് വസുന്ധര വരാതിരുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല. ഈ കല്യാണത്തിന് വരന്റെ അച്ഛനായ എന്റെ അസാന്നിധ്യം ഒരുപക്ഷെ ഒരു പകവീട്ടലായിരിക്കാം. നീ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. ശ്യാമയെ വീണ്ടും കതിർ മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റി താലി ചാർത്തി നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ രണ്ടുപേരും വലിയ ശരികളാണ്. ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജന്മം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നു വെച്ചാ? ഇല്ല മോനെ, ഇല്ല, തീർച്ചയായും ഇല്ല. എനിക്കത് നന്നായിട്ടറിയാം. എല്ലാവരും കൂടി ചതിയും കെണിയും ഒരുക്കി ശ്യാമി എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇത്രയും അറിവ് സംസ്കാരമുള്ള എന്റെ അമ്മയും അതിന് കൂട്ടുനിന്നില്ല അച്ഛാ. വിവാഹമോചനം വരെ എത്തിയെടുത്ത് നിന്ന ഞങ്ങള് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന. നടന്നു നോക്ക്, നല്ലതിനാണെന്ന് കരുതുന്നു. ശ്യാമ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തയല്ലേ? ഇതും ഭഗവാന്റെ പരീക്ഷണമാണെന്ന് കരുതുക. അഗ്നി പരീക്ഷണങ്ങൾ കഴിഞ്ഞെത്തിയവരായതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന് കുറെ കൂടെ കെട്ടുറപ്പട്ട പരസ്പരം ഉറച്ച സ്നേഹത്തോടെ നിങ്ങൾ ഇനിയുള്ള കാലം ജീവിക്കും. എന്തെല്ലാം ചതികളെ ഇവിടെ നടന്നെന്ന് അച്ഛനറിയാവോ? അറിഞ്ഞല്ലോ. ചതിക്കും വഞ്ചനയ്ക്കും ഒട്ടും കുറവില്ലാത്തവരായി മാറിയിരിക്കുന്നു ഇവിടെ ചിലരൊക്കെ. എന്നെയും ചതിക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ അസാന്നിധ്യത്തിലല്ലേ ഇവിടെ ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയത്? വാസ്തവത്തിൽ ഇവിടെ പൊട്ടിത്തെറിക്കേണ്ടത് ഞാനല്ലേ? പക്ഷെ എന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എന്റെ സംസ്കാരത്തെക്കുറിച്ചും എനിക്ക് തന്നെ തികഞ്ഞ ബോധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പല കുടുംബനാഥന്മാരെ പോലെ ഞാനും അതങ്ങ് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. എന്റെ അച്ഛന് ഉറച്ച നിലപാടുകൾ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒക്കെ പോട്ടെ, മറന്നേ. പിന്നെ ആരുടെയും സ്വഭാവം ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. എങ്കിലും പറയുക, ശ്യാമയുടെ ഈ സ്വഭാവ മഹിമ അത് കൂടുതൽ ആരോടും വേണ്ട. അവർക്കാർക്കും അത് മനസ്സിലാവില്ല. ശരി അച്ഛാ. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുളസിക്കതിര. ഞാൻ സാഹിത്യം പറയുകയല്ല. നീ തുളസിയിലയിൽ വീണ തൂമഞ്ഞു തുള്ളിയാണ്. നിന്റെ വിശുദ്ധിയും നല്ല മനസ്സും സ്വഭാവം കൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാനൊന്നും പോണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ മാത്രമായിരിക്കും. അച്ഛന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവും. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം.
എടുത്ത് കളഞ്ഞില്ലേ അവളെന്റെ ജീവിതം? ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? എന്റെ മോള് സമാധാനം കണ്ടെത്താൻ നോക്ക്. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എന്ത് നാണക്കേടാ മമ്മി ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇട്ട് കല്യാണ മണ്ഡപത്തിൽ കയറി താലി കഴുത്തിൽ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിന്ന് എന്നെയാ ആ അഖിൽ അവഗണിച്ചതും അപമാനിച്ചതും. നാട്ടുകാരെല്ലാരും നോക്കി നിൽക്കാൻ നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വന്നില്ല എനിക്ക്. കല്യാണം കഴിക്കാൻ ചെന്ന എന്റെ മുന്നിൽ വെച്ച് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നില്ല എനിക്ക്. ഞാൻ ഇനി എന്തിനാ മമ്മി ജീവിച്ചിരിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്? അടങ്ങ് മോളെ. ആ വൃത്തികെട്ടവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവളെയും അവനെയും അവരുടെ വീട്ടുകാരെയും ഞാൻ വെറുതെ വിടില്ല. കല്യാണം കഴിച്ച് ഇനി സുഖമായി ജീവിക്കാന്നൊന്നും അവർ കരുതണ്ട. മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല. അവരോട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മമ്മി? നമ്മുടെ ആദ്യ രാത്രിയാ, ഫസ്റ്റ് നൈറ്റ്. അപ്പോ ഈ കഴിഞ്ഞു പോയ കുറെ മാസത്തെ രാത്രികളോ? ഇതുവരെ കഴിഞ്ഞതെല്ലാം കാളരാത്രികളാ. ഇന്ന് മുതൽ തുടങ്ങുന്ന എല്ലാ രാത്രികളും ആദ്യ രാത്രികൾ. അപ്പോ എല്ലാ രാത്രികളും ആദ്യ രാത്രികളാണ്? അതെ അതെ, ആദ്യ രാത്രികളുടെ ഒരു പെരുമഴക്കാലം. ഏത് ആദ്യ രാത്രി ആണെങ്കിലും ഞാൻ ഇവിടെ നിലത്തേ കിടക്കൂ. താൻ എത്ര കാലം വേണമെങ്കിലും നിലത്ത് കിടന്നോ, എനിക്കത് പ്രശ്നമേ അല്ല. പക്ഷേ എന്നോടുള്ള ഇഷ്ടം ഇന്ന് എന്റെ മുഖത്ത് നോക്കി പറയണം. എന്താ മിണ്ടാ നിൽക്കുന്ന? ഇഷ്ടം എന്റെ മുഖത്ത് നോക്കി പറയില്ലേ? അത് ശരി, തനിക്കെന്നെ ഇഷ്ടമല്ല. എനിക്കൊരു കടലോളം ഈ ലോകത്തോളം വലിയ സ്നേഹം എന്റെ അഖിൽ സാറിനോടുണ്ട്. ശ്യാമേ, എന്റെ കണ്ണം കഴിഞ്ഞ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്റെ അഖിൽ സാറിനെയാ. എന്റെ ശ്യാമേ, അഖിൽ സാർ ഇല്ലാതൊരു ലോകം ശ്യാമയ്ക്ക് ഈ ജന്മത്തിലില്ല. എന്താടാ നീയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അകത്തോട്ട് കയറി ഇവരുടെ വീട്ടു സാധനങ്ങളായ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയടാ. മാഡം, എന്താ മാഡം ഇത്? അരുന്ധതിയുടെ മോളുടെയും ചങ്കിനിട്ട് കുത്തിയിട്ട് ഇവിടെ ആരും ജീവിക്കണ്ട. ഞങ്ങളുടെ കാശ് മേടിച്ച് ആവോളം പുട്ടടിച്ചിട്ട് ഞങ്ങളെ തകർക്കാൻ നടക്കുന്നു. എന്നോട് മേടിച്ച പണം എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. ഒരു നയാ പൈസ കുറയാതെ ഇപ്പൊ ഇവിടെ കിട്ടണം. ഞങ്ങളിപ്പോ എവിടെ പോയി കാശുണ്ടാക്കാനാ മാഡം? നീയൊക്കെ പോയി ഓരോ വീട്ടിലും തെണ്ടടാ. എന്നെ ഭീഷണിപ്പെടുത്തുകയും തല്ലാനും വന്നവനല്ലേ നീ? അന്തസ്സുണ്ടെങ്കിൽ കാശെടുത്ത് വെക്കടാ, നാണം കെട്ടവൻ. എന്താടാ കാഴ്ച കാണാൻ വന്നാണോ? അകത്തോട്ട് കേറി ചെന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് എറി. അല്ല മാഡം, കോംപ്രമൈസ് ആവണമെങ്കിൽ ഈ ചട്ടിയും കലമൊക്കെ എടുത്ത് തല്ലി പൊട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഒരു കോംപ്രമൈസും ഇല്ല. ദേ ആ മുറ്റത്തേക്ക് എറിഞ്ഞിട്ടിരിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ബാക്കിയും കൂടി എടുത്ത്. ഞാൻ നാളെ ഒരു JCB കൊണ്ടുവരുന്നുണ്ട്.
ഈ ദാരിദ്ര്യവിലാസം ഇടിച്ച് നിരപ്പാക്കാൻ. അതൊക്കെ എടുത്ത് കളയല്ലേ മേഡം. മേഡം ഇത്രയും ക്രൂരത കാണിക്കല്ലേ. ഇതൊക്കെ ദൈവം എന്ന് പറഞ്ഞൊരാള് കാണുന്നുണ്ട്. ദൈവങ്ങൾക്ക് വേണ്ടത് കൊടുത്തിട്ടാണോ ഞാൻ ഈ കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ദൈവത്തിന് കൈക്കൂലി കൊടുത്താ ദൈവം അത് സ്വീകരിക്കില്ല മേഡം. ഇതിനൊക്കെ ദൈവം കണക്കി ചോദിക്കും, തീർച്ചയായും ചോദിക്കും. എടോ, പണത്തിനും ഇതേ പരുന്തും പറക്കില്ല. ഇനി അഥവാ ദൈവം കണക്ക് ചോദിക്കാൻ വന്ന അതിനു വേണ്ട പരിഹാര പൂജകളൊക്കെ ഞാൻ ചെയ്തോളാം. സർ, എന്താ ശാമേ, എന്താ പറ്റി? അത് സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അതെന്താണെന്ന് പറഞ്ഞില്ല. ഇല്ലേ? അതെന്താ അങ്ങനെ? എങ്കിൽ ഞാൻ കൂടെ വരാം. വാ. സർ, അയ്യോ അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണമെന്നാ പറഞ്ഞത്. അതെന്താടോ ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം? അത് എന്താണെന്ന് എനിക്കും അറിയില്ല സർ. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവറെ കൂട്ടി വിടാം. വാ. കവല ചട്ടമ്പികളെ ഉപയോഗിച്ച് ഗുണ്ടായുസം കാട്ടി രാത്രി ഒരു വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നതിനെ എന്തുപേരാ പറയേണ്ടത്? ഞാൻ പോലീസിനെ അറിയിച്ചാലേ നിങ്ങൾ അഴിയെണ്ണും. ഈ കേസിൽ അകത്താവുകയും ചെയ്യും. ജാമ്യം പോലും കിട്ടത്തില്ല കേട്ടോ. എന്നാ നീ പോയി പോലീസിനെ വിളിക്കടാ. പോലീസിനെ വിളിക്കാൻ. ഒന്ന് പറ മാഡം. മാഡം, നിങ്ങൾക്കറിയാലോ, ആനന്ദ നിലയത്തിലെ അഖിൽ വർമ്മയാണ് എന്റെ ഭർത്താവ്. വെറും കോടീശ്വരനല്ല. ഞാനൊന്ന് ഫോൺ ചെയ്താ മതി, അഖിൽ സാറിങ് എത്തും. നിങ്ങളുടെ 10 ലക്ഷം അപ്പൊ തന്നെ തരികയും ചെയ്യും. അരുന്ധതി മാഡം, എന്തു പറയുന്നു? മകളുടെ സംഗീത ഭാവി കളയണോ അതോ ആ കാശിപ്പ തരണോ? മാഡം, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കരാറുമായി ഞാൻ മുന്നോട്ട് പോണോ അതോ കാശ് തന്ന ഏർപ്പാട് തീർക്കണോ? ശരി, തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പാടാൻ എപ്പോ വിളിക്കുന്നു ആ സമയത്ത് കൃത്യമായി വന്ന് പാടണം. ഞങ്ങളായിട്ട് വിഷമിപ്പിക്കരുത്. ശ്യാമയ്ക്ക് ഒറ്റ ബാക്കിയുള്ളൂ. തെക്കുംതല വാര്യത്തെ വാസുദേവ പൊതുവാൾ അതിന്റെ അച്ഛൻ. ഈ നിൽക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ കുടുംബത്തിലെ ആരും അങ്ങനെ വാക്ക് തെറ്റിക്കുന്നവരല്ല. ശരി ശരി, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. എടാ ബാലു, എബി, അനീഷേ, വാ നമുക്ക് പോവാം. എന്താ സർ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഈ ഗ്രാമീണ സൗന്ദര്യം നോക്കി നിന്നതാ. ഇതെങ്ങനെയുണ്ട്? നല്ലതാ സർ. ഇതാർക്കാ? ആർക്കായിരിക്കും എന്നാ വിചാരിക്കുന്നത്? ആ, എനിക്കറിയില്ല. ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവൾക്കാ. ഇന്നലെ രാത്രി അണിയിക്കാൻ വെച്ചതാ. അപ്പൊ തോന്നി ഒരു സുപ്രഭാതത്തിൽ അണിയിക്കുന്നതാവും നല്ലതെന്ന്. അയ്യോ സർ, ഇത്രയും വില കൂടിയതൊന്നും എനിക്ക് വേണ്ട. എന്റെ ശ്യാമയുടെ വിലയ്ക്കൊപ്പം ഈ ലോകത്ത് ഒരു ഡയമണ്ടും ഇല്ല. വാ സർ. തിരിഞ്ഞേ. അയ്യോ സർ, ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു അഹങ്കാരമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാ. അർഹതപ്പെട്ടവരുടെ കഴുത്തിൽ
ഇതൊക്കെ കിടക്കുന്നതിൽ ഒരഹങ്കാരവും ഇല്ല. ദാ. എന്റെ സുന്ദരി, ആമ്പൽ പൂമാല ഇട്ടാലും സുന്ദരി തന്നെ. ശ്യാമരാധ. എടോ, എന്താ കണ്ണു നിറയുന്നത്? ഞാൻ കളിയൊക്കെയൊന്നുമല്ല. അതൊന്നും കൊണ്ടല്ല